ആദ്യം ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ ടേബിൾ പിടിച്ച് സംഗതി ആകോളമായി. എന്താ? ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഡോക്ടർ ജോർജ് അറിയാനില്ലേ? അദ്ദേഹത്തിന് വരാൻ പറ്റില്ലെന്ന്, വേറെ എന്തോ കോൺഫറൻസ് ഉണ്ടെന്ന്. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സാർ വിചാരിച്ചാൽ നടക്കും. വേറെ ഏതെങ്കിലും ഡോക്ടർ പകരത്തിന്. സോറി, ഇക്കാര്യം മാത്രം എന്നോട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ. ഈ ഒരു അവസരത്തില് സാറ് കൂടി ഒഴിയരുത്, പ്രസ്റ്റീജ് പ്രശ്നം. ഏയ് നന്ദു എന്തായി പറയണേ? കോളേജ് ഇനോഗ്രേഷൻ ഞാൻ വരാനോ? എന്റെ മുഖത്തിലെ ഷേപ്പ് മാറ്റുന്ന നിനക്ക് എന്താ അത്ര നിർബന്ധം? അയ്യോ, അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ആ സൈക്കാട്രിസ്റ്റ് സമയത്ത് കാല് മാറിയതുകൊണ്ടല്ലേ. അത് അയാളുടെ ആയുസിന്റെ ബലം കൊണ്ടാ. ഛേ, തമാശ പറയാനുള്ള സമയം അല്ല അങ്കിളേത്. യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട്. അവർക്ക് ആകെ ടെൻഷനില്ല. അങ്കിൾ കൂടി കൈ ഒഴിഞ്ഞ അവരുടെയൊക്കെ മുഖത്തിന്റെ ഷേപ്പ് മാറും. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേറൊരാളെ അയക്കാം. വെറുതെ കിടന്ന് കൂവാ. ഇതാ സൈക്കാട്രിസ്റ്റ്. ഡോക്ടർ ഗോൺസാൽവോസ് ആണോ? ഞാൻ ആരോഗ്യസ്വാമി. ഗോൺസാൽവോസ് സാറിന്റെ ബോഡി കഴിഞ്ഞിട്ട് മേനോൻ സാർ അയച്ചതാണ്. ഗോൺസാൽവോസ് ഉണ്ടല്ലോ. മാറി നിൽക്കൂ. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ. സർവമംഗളാനുഭവന്തു. എവിടെയാണ് സ്റ്റേജ്? ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം താമസം. തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം. താനാണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം. ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? അവിടെയാണ് സ്റ്റാഫ് റൂം. ആപത്തിക്കും കരണി. സോറി. സാറിനകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട്. ഓക്കെ, താങ്ക് യു. കറിയാച്ചേട്ടനില്ലേ? അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട്. അത് പിന്നെ റൂം മേറ്റ് പറഞ്ഞാലും ബാർ മേറ്റിന് മറക്കാൻ പറ്റുമോ? അപ്പൊ ബാർമറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി? സ്വാമിയില്ല, ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. എന്നിട്ട് എന്താ ഈ വേഷം? പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. എന്ന കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടമിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ സൂക്ഷിച്ചു. വല്ല വൈദ്യന്മാരെ കണ്ടാൽ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി. കരകുരുക്കുന്ന സാധനം ഉണ്ടാക്കാൻ. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂവലിന് ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ, അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം, കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞുവാൻ പോണില്ല. നിങ്ങളിങ്ങനെ കൂവിയാ മാത്രം പോരാ. ക്ലാസുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. എന്നും കള്ളു കുടിക്കണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. ജീവിതത്തിലാകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളച്ചാർത്തി. നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. എങ്കിലേ ജീവിക്കാൻ ഒരു രസമുണ്ടാകും.
The distributed attributed contribution of attorney and visa abroad is useless എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങി. സോറി, കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ. ഓ അങ്ങനെയാണോ? ഇറ്റ്സ് ഗുഡ്. പിന്നെ മിസ്റ്റർ ഗോൺസാൽവോസ്, നന്ദഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട്, സ്വല്പം കേട്ടിട്ട് പോകാം. സോറി ഫാദർ, എനിക്ക് സമയമില്ല. അത്യാവശ്യമായിട്ട് ഊളംപാറയിലെത്താം. അവിടെ വലിയ ഉദ്ഘാടനമാണോ? അല്ല, കുറച്ച് റെസ്റ്റ് എടുക്കണം. എങ്ങനെയുണ്ട് കൊച്ചേട്ടാ? ഫോട്ടോസ് ഒക്കെ കൊള്ളാം. ആരാ കൂട്ടത്തിലൊരു സുന്ദരക്കുട്ടപ്പൻ? അതാ നന്ദു സാറ്. പുള്ളിക്കാരന്റെ സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്തത്. എന്നതാ? അല്ല, പാട്ടൊക്കെ ട്യൂൺ ചെയ്ത ഞങ്ങളുടെ ഇംഗ്ലീഷ് ലെക്ചറാ. പാട്ടും കൂത്തൊക്കെ കൊള്ളാം. പക്ഷെ ഉത്തര ക്ലാസ് വരുമ്പോ വട്ടപൂജ ആണെങ്കിലേ ചേട്ടൻ നിന്നെ തോലുച്ച് ഷീറ്റാക്കി മാറ്റും. പറഞ്ഞേക്കാം. പോയിരുന്ന് പഠിക്കേ. എന്നതാടാ എല്ലാരും കൂടെ? കാശ് കിട്ടിയില്ലേ? കിട്ടിയില്ല. കാശ് ചോദിക്കാൻ ചെന്ന നമ്മുടെ മാനേജറെ ആ ശ്രീധരനും കൂട്ടരും വർഷാപ്പിൽ തടഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളോട്ട് പോയില്ലേ? എന്താ വേണ്ടതെന്ന് വലിയേട്ടനോട് ചോദിക്കാമെന്ന് വെച്ചാ. വലിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. വാ, നമുക്ക് പോവാം. വലിയ മുതലാളിയില്ലേ? ഇവിടെ ഇല്ലല്ലോ. എന്താ ജോയി? കൊച്ചു മുതലാളിമാരും ശ്രീധരന്റെ ആൾക്കാരും തമ്മിൽ വർക്ക്ഷോപ്പില് പൊരിഞ്ഞടിയാ. വലിയ മുതലാളി എന്തേ? അയ്യോ, ആൾ എസ്റ്റേറ്റിലാണല്ലോ. ഞാൻ ഉടനെ ഫോൺ ചെയ്യാം.
കൊന്നുകളെ ഞാൻ. ദാ. പോടാ. ആ കേട് നിർത്തരൂ. Understand? Be careful. എന്തായി കാണിക്കുന്നേ? മദ്യപിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? പുറത്തിറങ്ങ്. My God, I say get out. Stop it. ഇതിന്റെ പേര് തമാശയെന്നല്ല, തല്ലുകൊള്ളി തരാമെന്ന. പൊട്ടി എക്യുപ്മെന്റ്സിന്റെ പണം ഞങ്ങൾ തന്നോളാം. എക്യുപ്മെന്റ്സിന്റെ പ്രശ്നമല്ല, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരം പറയും? നിങ്ങളെ കുറിച്ച് ഇതിനു മുമ്പും ഇന്നലെ ടീച്ചറിന്റെ കംപ്ലൈന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാക്കിയാൽ ഫലം വളരെ മോശമായിരിക്കും. യു മേ ഗോ നൗ. ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും അവളുടെ ഒരു ജാട. പ്രൊഫസർക്ക് കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടത്രേ. ലെക്ചർ എന്ന് പറഞ്ഞ വലിയ പ്രൈം മിനിസ്റ്റർ ആണ് അവളെ വിചാരം. നമ്മളോടുള്ള കളി അത്ര നല്ലതിനല്ലെന്ന് ഒരു സൂചന കൊടുക്കാതെ പറ്റില്ല. സൂചന എന്ന് പറഞ്ഞാൽ ചങ്കി കയറുന്ന മാതിരി ഒരു കുത്തുകുത്തണം. അങ്ങനെ കുത്തണമെങ്കിൽ അവരുടെ പേഴ്സണൽ വീക്ക്നെസ് കുത്തണം. ഐ മീൻ കുടുംബ സ്വകാര്യം. അവരുടെ വീട്ടിലെ സെർവൻ കല്യാണി എന്റെ വീട്ടിനടുത്തുള്ള അവരാളെങ്ങനെ? പൈസ കണ്ട കമ്മിൽ നടിച്ചു വീഴുന്ന ടൈപ്പാ. അപ്പൊ നമ്മുടെ റൂട്ട് ക്ലിയർ. പക്ഷെ ചെലവ് ചെയ്യണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ദിരാ നന്ദഗോപാൽ എന്ന പൊതുശത്രുവിനെതിരെ നമ്മുടെ 6 അംഗ പട്ടാളം അംഗം കുറിക്കുന്നു. ഓക്കേ? ഓക്കേ. ഇടിക്കില്ലവനെ. ആ
അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവർക്ക് പറ്റണ പണിയാണോ ഇത്? എന്താ ചേട്ടത്തി? പറയാം. ആ മാഷ എവിടെ? അല്ല ഇത് ആരും ഉണ്ണിയാർച്ചയോ? എന്താണിത്? കാസറ്റ്. അതെനിക്കറിയാം. ഇതിനകത്തുള്ള സിനിമാ പടം എന്താണെന്നാ ചോദിച്ചത്? തച്ചോളി മരുമകൻ ചന്തു. അത് പുറത്തൊട്ടിച്ച പേര്. ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? വേണ്ട വേണ്ട, അറിയാഭാവം നടിക്കണ്ട. കെട്ടിയോനെ പിരിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടാതീനങ്ങളുള്ള സിനിമ കൊണ്ടുകൊടുത്ത ആർക്കും മനസ്സിലാവില്ലെന്ന വിചാരം. വേണ്ടാതീനങ്ങൾ നല്ല ഫൈറ്റുള്ള പടാണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴല്ലേ സായിപ്പ് മദാമി കൂടി അയ്യോ എനിക്ക് പറയാനേ നാണക്കട. അമ്മച്ചി നല്ലോണം ഇരിക്കുന്ന അയൽക്കാരുമായിട്ട് വെറുതെ. അപ്പൊ നീയും കൂടി അത്തോണ്ടുള്ള പണിയാണല്ലേ? അങ്ങനെ വരട്ടെ. വായും മനസ്സറിയാത്ത കാര്യത്തിന് ചേട്ടത്തി വേണ്ടാത്ത അർത്ഥം കൊടുക്കരുത്. ഇതെന്തോ അബദ്ധം പറ്റിയതാ. അബദ്ധം? ഞാൻ ഉള്ളോടത്തോളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നല്ല നേരത്തിന് ആ മലയാളം കാസ്കറ്റ് കാണാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഗൾഫിൽ കിടന്ന് പൊരിയുന്ന എന്റെ മോന്റെ മാനം പോയേനല്ലോ കർത്താവേ. ഓടി അറവാണിച്ചി, ഇന്നട നിന്റെ കോപ്പ്. ഒന്നും തോന്നരുത്, അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ. കാസറ്റ് കടക്കാർക്ക് തെറ്റിയതായിരിക്കും. എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട. മാത്രമല്ല ട്രീസ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. സോറി. ട്രീസിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ തള്ള വിവരമില്ലാണ്ട് എന്തോ പറഞ്ഞു വെച്ച്. വേണ്ട, പണ്ടേ ഞാൻ പറയാറുള്ളല്ലേ ആവശ്യത്തിൽ കൂടുതൽ അടുപ്പം ആരോടും വേണ്ടാന്ന്. ഇപ്പൊ മതിയായില്ലേ? അല്ല ഗുഡ് മോർണിംഗ്. ആരാ ഇത് വരച്ചത്? Tell me, ആരാ ഇത് വരച്ചത്? Stand up. നിങ്ങളോടാ പറഞ്ഞത് സ്റ്റാൻഡ് അപ്പ്. നിങ്ങളാണോ ഇത് വരച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളാ വരച്ചത്. Get out. Get out from the class. അപ്പൊ കൊത്ത് ചങ്കിന് തന്നെ കൊണ്ടുവല്ലേ? ആള് വേർത്ത് കുളിച്ചു പോയി. ഇപ്പൊ മനസ്സിലായോ ഫ്രെഡിയുടെ സൈക്കോളജിക്കൽ കുത്തിന്റെ ഡെപ്ത്? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇക്കൊല്ലം അവരുടെ ക്ലാസ്സിൽ കയറ്റും തോന്നില്ല. അത് നമുക്ക് നോക്കാം. ആ ഗംഗ തോമസ് ആണ് സംഗതി ആകെ പൊളിച്ചത്. ഗംഗയോ? അവളെന്ത് ചെയ്തു? ആരാ വരച്ചെന്ന് ചോദിച്ചപ്പോ അവള് തിരിഞ്ഞ് ഞങ്ങളൊരു നോട്ടം. അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. കിട്ടിയ എന്നെ ഏൽപ്പിച്ചേക്കണം കേട്ടോ. എന്തിനാ? ഗംഗയല്ലേ ചെടയിൽ ഒളിപ്പിച്ചു വെക്കാനായിരിക്കും.